സത്യമാണെന്ന വിശ്വാസം ഞങ്ങൾക്കു നൽകണേ തമ്പുരാനേ. ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ ദിവ്യബലിയിലൂടെ കർത്താവിന്റെ പക്കലേക്ക് ഉയർത്താം. ദൈവം ഈ 18 പേരുടെ ജീവിതത്തിലും ജീവിതകാലം മുഴുവനും അവർ സ്വീകരിക്കുന്ന സമർപ്പിക്കുന്ന അവരുടെ ഈ സമർപ്പിത ജീവിതം ഏറ്റവും മനോഹരമായി തീരുവാനും ഏറ്റവും അനുഗ്രഹകരമായി തീരുവാനും. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് കോട്ടയം സെയിന്റ് ജോസഫ് പ്രവിശ്യാധിപൻ ബഹുമാനപ്പെട്ട ജോസുകുട്ടി പടിഞ്ഞാറെ പീടികേച്ചനാണ്. സഹകാർമ്മികത്വം വഹിക്കുന്നത് തിരുവനന്തപുരം സെയിന്റ് ജോസഫ് പ്രവിശ്യാധിപൻ ബഹുമാനപ്പെട്ട ജെയിംസ് തൈലച്ചനും നവസന്യാസികൾക്ക് പരിശീലനം നൽകി.
എപ്രകാരം തിരഞ്ഞെടുത്തു എന്ന് വ്യക്തമാക്കുന്ന വചനഭാഗം നമുക്കിപ്പോൾ ജീവിതം നിറമിഴിപ്പൂക്കളും സങ്കടങ്ങളും സഹോദരരെ, സാമൂഹിക ഒന്നാം പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 3 1 മുതൽ 10 വരെയുള്ള കാഴ്ചയേകും ദേവിയുടെ സാന്നിധ്യത്തിൽ ബാലനായ സാമുവേൽ കർത്താവിനെ ശുശ്രൂഷ ചെയ്തപ്പോൾ അക്കാലത്ത് കർത്താവിന്റെ അരുളപ്പാട് ശുദ്ധമായിട്ട് വഴി മറന്നെത്രയോ ദൂരെ നീങ്ങി വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ആറാം മാസത്തിൽ ഗലീലയിലെ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ട യോസേഫ് എന്ന പുരുഷനുമായി വിവാഹം നിശ്ചയം ചെയ്തിരുന്ന ഒരു കന്യകയുടെ അടുക്കിലേക്ക് ദൈവം ഗബ്രിയേൽ ദൂതനെ അയച്ചു. ആ കന്യകയുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവരുടെ അടുക്കിലെത്തി ഇപ്രകാരം പറഞ്ഞു: ദൈവകൃപ ലഭിച്ചവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ വാക്കുകൾ കേട്ട് അവർ അത്യധികം അസ്വസ്ഥയായി. ഈ അഭിവാദനം എന്തായിരിക്കാമെന്ന് അവർ ചിന്തിച്ചു. ദൈവദൂതൻ അവരോട് പറഞ്ഞു: മറിയമേ, ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഇതാ, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവന് ഈശോ എന്ന് പേരിടണം. അദ്ദേഹം വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അദ്ദേഹത്തിന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അദ്ദേഹത്തിന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അദ്ദേഹം എന്നാളും ഭരണം നടത്തും. അദ്ദേഹത്തിന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടായിരിക്കുകയില്ല. മറിയം ദൂതനോട് ചോദിച്ചു: ഞാൻ പുരുഷനെ അറിയാത്തതിനാൽ ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ പറഞ്ഞു: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അതിനാൽ ജനിക്കാനിരിക്കുന്ന പരിശുദ്ധൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരിയായ എലീശ്വാദാനിയും അവരുടെ വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയെ വിളിക്കപ്പെട്ടിരുന്ന അവൾക്ക് ഇത് 6 മാസമാണ്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലല്ലോ. മറിയം പറഞ്ഞു: ഇതാ, കർത്താവിന്റെ ദാസി, അങ്ങയുടെ വാക്കുപോലെ എന്നിൽ ഭവിക്കട്ടെ. ഉടനെ ദൂതൻ അവരെ വിട്ടുപോയി. വ്രതാനുഷ്ഠാനം വിശേഷിപ്പിക്കും. സത്യത്തിൽ സംഭവമാണ്. ഒരു സമർപ്പണത്തിന്റെ ഏറ്റവും വലിയ ശക്തി ഈ വ്രതം വരുന്ന ശക്തിയാണ്. ഈ ഏറ്റവും ലോകം ആദരിച്ച മഹാവിശുദ്ധയാണല്ലോ സന്യാസി സമർപ്പതയായിരുന്നല്ലോ മദർ തെരേസ. ഈ മദർ തെരേസ നോബൽ പ്രൈസ് വാങ്ങാൻ UN ചെന്നപ്പോൾ അന്നത്തെ UN സെക്രട്ടറി ജനറൽ ഈ സമർപ്പതയെ ചൊല്ലി പറഞ്ഞറിയോ: ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള സ്ത്രീ, ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള സ്ത്രീ ഒരു സമർപ്പിതയെ ചൂണ്ടി. മദർ തെരേസ എന്ന വാക്കൊന്നല്ല, സമർപ്പിതയാണ്, ഒരു സന്യാസിനിയാണ്. ഒരു സന്യാസിനിയെ ചൂണ്ടി UN സെക്രട്ടറി ജനറൽ, അദ്ദേഹം സന്യാസം പഠിച്ചാവുന്നല്ല, അദ്ദേഹം പറയാണ് ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള സ്ത്രീ. ഇതിനേക്കാൾ നല്ല അഭിസംബോധന എന്താണുള്ളത്? ഒരു സമർപ്പിതന്റെ വലിയ ശക്തി എന്നാണ് ഈ സമർപ്പിത ലോകത്തിൽ കാണിച്ചത്. ഈ സിസ്റ്റർ മദർ തെരേസ നമ്മുടെ എല്ലാവരും പ്രതിനിധിയാണ്, സമർപ്പിതരുടെ പ്രതിനിധിയാണ്. ഈ മദർ തെരേസയുടെ ശക്തി എല്ലാ സന്യസ്തനുണ്ട്. ലോകത്തെ ഇളക്കി മറിക്കാൻ പറ്റുന്ന വലിയ ശക്തിയുള്ള സന്യാസി സമർപ്പിതന്. അതൊരു സന്യാസി ഇന്ന് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായിരുന്നു കാണിച്ചു തരുന്നത്.
സഭാവസ്ത്രം ആശീർവദിക്കണമേ. ഇവർ ധരിക്കുന്ന ഈ സഭാവസ്ത്രം ഇവർ ആശ്ലേഷിക്കുന്ന തപോജീവിതത്തിന്റെയും ത്യാഗശ്രദ്ധയുടെയും പ്രതീകമായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നേരം മനസ്സൊരുവൻ മെഴുതിരിയാ ഉരുകിത്തെളിയും നാഥനെ വരവേൽക്കാനായി മനസ്സൊരുവൻ മെഴുതിരിയായി ഉരുകിത്തെളിയും നാഥനെ വരവേൽക്കാനായി വാവാ എൻ്റെ ഈശോയേ, വാവാ എൻ്റെ ഈശോയേ, എൻ്റെ ജീവൻ തേടും പുണ്യം നീയാണല്ലോ. സ്നേഹമേ, മോക്ഷമേ, ഭാഗ്യമേ. ദൈവം ദിവ്യകാരുണ്യമായി മാറുമ്പോൾ ദിവ്യജീവൻ നൽകുമപ്പമാകുമ്പോൾ ദൈവം ദിവ്യകാരുണ്യമായി മാറുമ്പോൾ ദിവ്യജീവൻ നൽകുമപ്പമാകുമ്പോൾ ഹൃദയം കത്തും അനുഭവമോടെ അവിടുത്തെ സ്നേഹത്തിൻ തിരുമുദ്രയിതേറ്റുവാങ്ങിടാം. വാവാ എൻ്റെ ഈശോയേ, വാവാ എൻ്റെ ഈശോയേ, എൻ്റെ ജീവൻ തേടും പുണ്യം നീയാണല്ലോ. സ്നേഹമേ, മോക്ഷമേ, ഭാഗ്യമേ. നെഞ്ചിനുള്ളം അൾത്താരയായി മാറേണം, ഉയിരിൻ നാളം തെളിയും ദീപമാകേണം. നെഞ്ചിനുള്ളം അൾത്താരയായി മാറേണം, ഉയിരിൻ നാളം തെളിയും ദീപമാകേണം. കാരുണ്യത്തിൻ വിൺമഴയായ കുർബാന കനലുകെടുത്തും തേൻപുഴയായി മാറിടുവാൻ. വാവാ എൻ്റെ ഈശോയേ, വാവാ എൻ്റെ ഈശോയേ, എൻ്റെ ജീവൻ തേടും പുണ്യം നീയാണല്ലോ. സ്നേഹമേ, മോക്ഷമേ, ഭാഗ്യമേ. ദിവ്യകാരുണ്യമായെൻ്റെയുള്ളിൽ ഈശോ ഇന്നു വാഴാനെത്തും നേരം മനസ്സൊരുവൻ മെഴുതിരിയാ ഞങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുന്നു. അമലോത്ഭവ മറിയത്തിന്റെയും സകല ദൈവദൂതന്മാരുടെയും വിശുദ്ധരുടെയും മുമ്പാകെ ബഹുമാനപ്പെട്ട പ്രൗഢശാലച്ച
അങ്ങയുടെ സമക്ഷം അമലോത്ഭവ മറിയത്തിന്റെ കർമ്മരീയത്തിലുള്ള നിയമം അനുസരിച്ച് 1 വർഷത്തേക്ക് ബ്രഹ്മചര്യവും ദാരിദ്ര്യവും അനുഷ്ഠിച്ചു കൊള്ളാമെന്ന് പരിശുദ്ധ തമത്രിത്വത്തോട് വ്രതം ചെയ്യുന്നു. ഞാൻ ജോസഫ് ബലേവയുടെ അയോഗ്യനെങ്കിലും ദൈവകരുണയെ ആശ്രയിച്ചുകൊണ്ടും CMI സഭയിലൂടെ ദൈവത്തിനും ദൈവജനത്തിനും സമ്പൂർണ്ണ സമർപ്പണത്തോടെ സേവനം ഞാൻ ആന്റണി ഓണോത്ര അയോഗ്യനെങ്കിലും ദൈവകരുണയിൽ ആശ്രയിച്ചുകൊണ്ടും CMI സഭയിലൂടെ ദൈവത്തിനും ദൈവജനത്തിനും സമ്പൂർണ്ണ സമർപ്പണത്തോടെ സേവനം അനുഷ്ഠിക്കാനുള്ള ദൈവരാജ്യത്തിന്റെ പ്രത്യേക വിളിക്ക് പ്രത്യുത്തരം നൽകുവാൻ തീരുമാനിച്ചുകൊണ്ടും പൂർണ്ണ അറിവോടും സ്വതന്ത്ര മനസ്സോടും കൂടി കർമ്മയത്തിലെ എന്റെ അമ്മയായ അമലോത്ഭവ മറിയത്തിന്റെയും സകല ദൈവദൂതന്മാരുടെയും വിശുദ്ധരുടെയും മുമ്പാകെ ബഹുമാനപ്പെട്ട പ്രമുഖാളച്ച അങ്ങയുടെ സമക്ഷം അമലോത്ഭവ മറിയത്തിന്റെ കർമ്മയത്തിയുടെ നിയമം അനുസരിച്ച് 1 വർഷത്തേക്ക് ബ്രഹ്മചര്യവും ദാരിദ്ര്യവും അനുസരണവും അനുഷ്ഠിച്ചു കൊള്ളാമെന്ന് പരിശുദ്ധ തമത്രിത്വത്തോട് വ്രതം ചെയ്യുന്നു. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മ
മണ്ണിൽ കാല് പതിപ്പിക്കുവാൻ, അതിലുപരി വ്രതാർത്ഥം ചെയ്യുവാൻ സർവേശ്വരൻ തന്ന അനുഗ്രഹത്തിന് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. ഈശോയെ ഏറെ സ്നേഹിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽമാരെ, സഹകാർമ്മികരെ, മാതാപിതാക്കളെ, ഗുരുഭൂതരെ, ബഹുമാനപ്പെട്ട വൈദികർ, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, ബന്ധുമിത്രങ്ങളെ, സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം അധ്യായം 2 വാക്യം 12. ഭയത്തോടും വിറയലോടും കൂടെ നിൽക്കുക. അതെ, ഭയത്തോടും വിറയലോടും കൂടെ നിൽക്കുക എന്ന തിരുവചനത്തിന്റെ പൊരുൾ ഞാനിപ്പോൾ അറിയുന്നു. സമർപ്പണത്തിന്റെ ഈ പുണ്യ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് നൽകാനുള്ളത് എന്താണെന്ന് അറിയില്ല. ആയിരങ്ങളെ കൂട്ടുവാൻ നിങ്ങളുടെ കൈവശം എന്തുണ്ട് എന്ന് ചോദിക്കുമ്പോൾ പുരുഷാരമതിയെ കുറെ ചിതറിയ അപകർഷണങ്ങളുമായി ഏറ്റുനിന്ന ഇടയബാലന്റെ മനസ്സോടെ, അപര്യാപ്തതയോടെ, നിസ്സാരതയോടെ ഞങ്ങൾ നിൽക്കുന്നു. മുറിയാനും മുറിയപ്പെടാനുമായി. ഒപ്പം ഒടുവിലത്തെ വാഴ്കന് കാലങ്ങളുടെ കാത്തിരിപ്പ് ആവശ്യമാണെന്ന തിരിച്ചറിവോടുകൂടി തന്നെ കടപ്പാടിന്റെ കണക്ക് പുസ്തകമാണ് മണ്ണിലെ മനുഷ്യജീവൻ. ഈ കണക്ക് പുസ്തകത്തിൽ ദൈവം തമ്പുരാൻ ഇന്നൊരു വഴിക്കണക്ക് തീർക്കുകയാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ നാളിതുവരെ ഹൃദയത്തിൻ സൗഭാഗ്യമേ, വാവായെന്നിൽ നിറഞ്ഞിടുവാൻ. ഓ എൻ യേശുവേ, ഓ എൻ ജീവനേ, ഹായൻ ഹൃദയത്തിൻ സൗഭാഗ്യമേ, വാവായെന്നിൽ നിറഞ്ഞിടുവാൻ. വരും നേരമെൻ ജീവിതം സർവവും അലിവെഴും സ്നേഹത്തിൻ നിറവായിടും. നീ വരും നേരമെൻ ജീവിതം സർവവും അലിവെഴും സ്നേഹത്തിൻ നിറവായിടും. സ്നേഹം ചൊരിഞ്ഞിടാൻ ഓസ്തിരൂപാനീ വന്നു വാണിടാൻ മനസ്സാകുമോ? സ്നേഹം ചൊരിഞ്ഞിടാൻ ഓസ്തിരൂപാനീ
ഓ എൻ യേശുവേ, ഓ എൻ ജീവനേ, ഹായൻ ഹൃദയത്തിൻ സൗഭാഗ്യമേ, വാവായെന്നിൽ നിറഞ്ഞിടുവാൻ. ആധിയും വ്യാധിയും ഉള്ളിലുണ്ടെങ്കിലും അരികിൽ നിൻ സാന്നിധ്യം മാത്രം മതി. ആധിയും വ്യാധിയും ഉള്ളിലുണ്ടെങ്കിലും അരികിൽ നിൻ സാന്നിധ്യം മാത്രം മതി. ഭാരം വഹിച്ചെന്നും ഞാൻ തളരുമ്പോൾ എന്നെ താങ്ങിടാൻ നീയുണ്ടല്ലോ. ഭാരം വഹിച്ചെന്നും ഞാൻ തളരുമ്പോൾ എന്നെ താങ്ങിടാൻ നീയുണ്ടല്ലോ. ഓ എൻ യേശുവേ, ഓ എൻ ജീവനേ, ഹായൻ ഹൃദയത്തിൻ സൗഭാഗ്യമേ, വാവായെന്നിൽ നിറഞ്ഞിടുവാൻ. ഓ എൻ യേശുവേ, ഓ എൻ ജീവനേ, ഹായൻ ഹൃദയത്തിൻ സൗഭാഗ്യമേ, വാവായെന്നിൽ നിറഞ്ഞിടുവാൻ. എന്നുമെന്നും ഓസ്തിയായി ജീവനേകും സ്നേഹമേ, എന്നിലെന്നും വാസമായി നീയലിഞ്ഞു ചേരണം. തണലാകണം നീ, നിറവാകണം, ഒരുപാട് സ്നേഹത്തിൻ കടലാകണം. തണലാകണം നീ, നിറവാകണം, ഒരുപാട് സ്നേഹത്തിൻ കടലാകണം. തിരുവോസ്തിയായെന്നുള്ളിൽ സ്നേഹത്തിൻ മധുവായി